വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ ആരംഭിക്കും. സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സഖ്യ രൂപീകരണങ്ങളെക്കുറിച്ചും കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. പുൽവാമ സ്ഫോടനവും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തും. ഇന്നും നാളെയുമായി 2 ദിവസമായാണ് കേന്ദ്ര കമ്മിറ്റി യോഗം. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്ന പശ്ചാത്തലത്തിലാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിക്കുന്നത്. 2 ദിവസമായി നടക്കുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതാണ് പ്രധാന അജണ്ട. കഴിഞ്ഞ മാസം 9-ാം തീയതി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കി. 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമായി തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപം നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ബി.ജെ.പി സഖ്യത്തെയും പരാജയപ്പെടുത്തുക, സിപിഎമ്മിന്റെയും ഇടതു പാർട്ടികളുടെയും ശക്തി ലോക്സഭയിൽ വർദ്ധിപ്പിക്കുക, കേന്ദ്രത്തിൽ ഒരു മതേതര സർക്കാർ ഉറപ്പാക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും. നിലവിൽ സിപിഐഎം ഏതെങ്കിലും സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നില്ല. പക്ഷേ ആവശ്യമെങ്കിൽ പ്രാദേശിക സഖ്യങ്ങൾക്ക് അനുമതി നൽകിയേക്കും. പുൽവാമ സ്ഫോടനവും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും സിപിഐഎം വിശദമായി വിലയിരുത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിക്ക് നാണമില്ലയെന്ന് രാഹുലിന്റെ ട്വീറ്റ്. റഫേൽ വിമാനം ഇന്ത്യയിലെത്തുന്നത് വൈകാൻ കാരണം പ്രധാനമന്ത്രി മാത്രമാണ്. കാലഹരണപ്പെട്ട വിമാനം സൈന്യം ഉപയോഗിക്കാൻ കാരണം മോദിയാണ്. അഭിനന്ദനെ പോലെയുള്ളവർ എന്തിന് ജീവൻ പണയം വയ്ക്കണം? 30,000 കോടി പ്രധാനമന്ത്രി മോഷ്ടിച്ച് സുഹൃത്തായ അനിൽ അംബാനിക്ക് നൽകിയെന്നും രാഹുൽ ട്വിറ്ററിൽ വിമർശിച്ചു. റഫേൽ വിമാനം കൂടി ഇന്ത്യക്കുണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നേട്ടമായേനെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അഹന്തയുടെ രാഷ്ട്രീയമാണ് റഫേൽ വൈകാൻ കാരണമായതെന്നും മോദി വിമർശിച്ചിരുന്നു. ഇതിന്റെ മറുപടിയായാണ് രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. കേരള കോൺഗ്രസുമായുള്ള UDFന്റെ 2ാം ഘട്ട ഉഭയകക്ഷി ചർച്ച ഇന്ന് കൊച്ചിയിൽ നടക്കും. 2ാം സീറ്റ് എന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് വീണ്ടും ചർച്ച നടത്തുന്നത്. അധിക സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് ഇന്നും ആവർത്തിക്കും. അതേസമയം ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടെടുക്കേണ്ടി വരുമെന്ന് PJ ജോസഫ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലുള്ള കോട്ടയം സീറ്റിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ നൽകണമെന്ന ഉറച്ച ആവശ്യവുമായിട്ടാണ് കേരള കോൺഗ്രസ് നേതാക്കളായ KM മാണിയും PJ ജോസഫും ഇന്നും ചർച്ചയ്ക്കെത്തുക. കഴിഞ്ഞ 26-ന് കൊച്ചിയിൽ നടത്തിയ ചർച്ചയിൽ ഈ ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. അധിക സീറ്റ് നൽകുന്നത് പ്രായോഗികമല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചപ്പോൾ PJ ജോസഫാണ് നിലപാട് കടുപ്പിച്ചത്. ഇത്തവണ 2 സീറ്റ് നൽകിയേ മതിയാവൂ എന്ന് വ്യക്തമാക്കിയ ജോസഫ് കോൺഗ്രസ് തീരുമാനം അനുകൂലമായില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് കടക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പും നൽകുകയായിരുന്നു. തുടർന്നാണ് ഇക്കാര്യത്തിൽ വീണ്ടും ചർച്ച നടത്താമെന്ന് കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്. കേരള കോൺഗ്രസിലെ തർക്കം അവരുടെ ആഭ്യന്തര തർക്കമാണെന്നും ആ തർക്കം തീർക്കാൻ അധിക സീറ്റ് നൽകാനാവില്ലെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇന്നത്തെ ചർച്ചയിൽ KM മാണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കുമെങ്കിലും PJ ജോസഫ് നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് വിവരം. അധിക സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് ആവർത്തിച്ചാൽ PJ ജോസഫ് എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗുമായി കോൺഗ്രസ് നടത്തിയ 2ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നതോടെയാണ് ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞത്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച നീണ്ടുപോകുന്നതിനാൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവും അനിശ്ചിതത്വത്തിലാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ അതൃപ്തി പുകയുന്നുണ്ട്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് തർക്കം പരിഹരിച്ചാൽ തന്നെ സ്ഥാനാർത്ഥി നിർണയമാകും കോൺഗ്രസിന്റെ അടുത്ത തലവേദന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. LDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കേരള സംരക്ഷണ യാത്രകൾക്ക് തൃശൂരിൽ സമാപനം. ചരിത്രം സൃഷ്ടിച്ച് ജനമുന്നേറ്റമായി മാറിയ LDF ജാഥകൾക്ക് ലക്ഷങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് സമാപനമായത്. ജനസഹസ്രങ്ങളുടെ മഹാസംഗമത്തോടെയാണ് കേരള സംരക്ഷണ യാത്രകൾ തൃശൂരിൽ സമാപിച്ചത്. LDF സംസ്ഥാന നേതൃത്വത്തിലുള്ള യാത്രകളുടെ സംഗമം അഴീക്കോടൻ രാഘവന്റെ ഹൃദയരക്തം വീണിച്ചു വന്ന തൃശൂരിൽ വൻ ജനമുണ്ടമായി മാറി. മോഡി സർക്കാരിന്റെ ജനവിരോധങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരായ താക്കീതായിരുന്നു സംഗമം. 1000 നാളായി കേരള ജനതയ്ക്ക് തണലും പ്രതീക്ഷയുമായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ സംരക്ഷിക്കാനുള്ള കേരള സമൂഹത്തിന്റെ പ്രതിജ്ഞയുമായി മാറി സമാപന സമ്മേളനം. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ, വികസനം, സമാധാനം, സാമൂഹിക പുരോഗതി, ജനപക്ഷം, ഇടതുപക്ഷം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും മഞ്ചേശ്വരത്ത് നിന്നുമായി കേരള സംരക്ഷണ യാത്രകൾ ആരംഭിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമാണ് യാത്രകൾ നയിച്ചത്. തൃശൂർ തേക്കിൻകാട് മൈതാനെ ചുവന്നുകടലാക്കിയ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അദാനിക്ക് കടൽ കൊടുത്തപ്പോൾ BJP ആകാശം നൽകിയാണ് സഹായിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും തെക്കൻ മേഖല ജാഥ ക്യാപ്റ്റനുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് അദാനി ഗ്രൂപ്പിന് കടൽ കൊടുത്തു, BJP അദാനി ഗ്രൂപ്പിന് ആകാശം കൊടുക്കുകയാണ്. ആകാശവും കടലും കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ച കോൺഗ്രസും BJPയും
ഈ കേരളത്തിൻ്റെ വികസനത്തെ മുരടിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരു ഭാഗത്ത് മോദിയും മറുഭാഗത്ത് ഇന്ത്യൻ ജനതയും എന്ന അവസ്ഥയിലാണ് ദേശീയ രാഷ്ട്രീയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറിയും വടക്കൻ മേഖല ജാഥ ക്യാപ്റ്റനുമായ അൻ രാജേന്ദ്രൻ പറഞ്ഞു. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും നേരെ അഭിമുഖമായി ജനങ്ങളും അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാജ്യത്തുടനീളം കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മോഡി ഹടാവോ ദേശ് ബച്ചാവോ എന്ന മുദ്രാവാക്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിൻ്റെ മുദ്രാവാക്യമായി മാറുന്നത്. LDF സംസ്ഥാന നേതാക്കൾ, മന്ത്രിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, കലാകായിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ എന്നിവരും പൊതുസമ്മേളനം സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ജനപങ്കാളിത്തമാണ് LDFന്റെ കേരള രക്ഷാമാർച്ചിനുണ്ടായത്. അതിനാൽ തന്നെ LDFന്റെ വരുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കം കൂടിയാവുകയായിരുന്നു കേരള സംരക്ഷണ യാത്ര. തൃശ്ശൂരിൽ നിന്നും PP സലീമിനൊപ്പം VS അഭിരാം. BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിർത്തിയിലെ സംഘർഷം BJP RSS നേതൃത്വം കൈകാര്യം ചെയ്തത് അവിവേകത്തോടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർവ്വതല സ്പർശിയായ വികസനമാണ് LDF സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ചർച്ച ആക്ട് കൊണ്ടുവരുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തമാക്കി. ഭീകരതയ്ക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. എന്നാൽ ചില BJP RSS നേതാക്കൾ ഒന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. സൈന്യത്തെ അപമാനിച്ച RSS തലവന്റെ നടപടി രാജ്യ താൽപര്യത്തിന് നിരക്കുന്നതല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിൽ BJP വീണ്ടും അധികാരത്തിലെത്താതിരിക്കുക എന്നത് പരമപ്രധാനമാണ്. BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഇതേ കൂട്ടർ തന്നെ ഇനിയും 5 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നു എങ്കിൽ എന്തായിരിക്കും ഫലം? ചിലതെല്ലാം ഇല്ലാതാകും. അതിലേറ്റവും അധികം അപകടപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയായിരിക്കുമെന്ന് നാം കാണണം. കാരണം രാജ്യത്തിന്റെ നിലനിൽപ്പ് ജനങ്ങളുടെ ഒരുമയിലും ഐക്യത്തിലുമാണ്. ആ ജനങ്ങളെ പല ചേരികളാക്കിയാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാവും. കേരളത്തിൽ LDFനെ ആക്രമിക്കാൻ ചില മാധ്യമങ്ങൾ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. ഇടതനുകൂല വാർത്തകൾ തമസ്കരിച്ചും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചും ചിലർ പകതീർക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർവ്വതല സ്പർശിയായ വികസനമാണ് LDF സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞ് മുഖ്യമന്ത്രി വിശദീകരിച്ചു. 1000 ദിനത്തിന് മുൻപ് നമ്മുടെ നാട് എന്തായിരുന്നോ അതിൽ നിന്ന് നല്ല മാറ്റം വന്നു എന്നുള്ളത്. 1000 ദിനത്തിന് മുൻപുള്ള നാടിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാവരും അല്പം തല താഴ്ത്തിയിട്ടായിരുന്നു. ഇവിടെ ജീവിക്കേണ്ടി വരികയാണല്ലോ എന്ന് ആലോചിച്ച്. കാരണം ഒരു നല്ല നാട്, ആ നാടിന്റെ പേര് മുഴുവൻ മോശമായിരിക്കുന്നു. കേരളമെന്ന് കേട്ടാൽ അഴിമതിയുടെ ഒരു നാടാണ് എന്ന ചിത്രം പൊതുവെ വരുന്നു. ഒരുപാട് അഴിമതികളുടെ കഥകൾ പുറത്തു വരുന്നു. അതിനോടൊപ്പം മഹാവൃത്തികെട്ട ഒട്ടേറെ കാര്യങ്ങൾ കൂടെ വരികയും ചെയ്യും. ഇല്ലാത്ത ചർച്ച ആക്ടിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഇടതുമുന്നണി സർക്കാരിനെതിരാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂരിൽ നിന്നും സാലി മുഹമ്മദ്. സമത്വ മുന്നേറ്റം വിഭാവനം ചെയ്തു പിറന്ന BDJS സമത്വമില്ലായ്മയുടെ പേരിൽ പിളർന്നു. സംഘടനയിൽ നിന്നും രാജിവെച്ച 42-ലധികം നേതാക്കൾ BDJS ഡെമോക്രാറ്റിക് എന്ന പുതിയ സംഘടന രൂപീകരിച്ചു. യഥാർത്ഥ BDJS തങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ച ഇവർ നിലവിലെ നേതൃത്വത്തിനെതിരെ അഴിമതി ആരോപണവും ഉന്നയിച്ചു. സമത്വ മുന്നേറ്റ യാത്രയിൽ പിറന്നുവീണ BDJS സമത്വമില്ലായ്മയുടെ പേരിൽ വഴിപിരിഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന വിമത വിഭാഗത്തിന്റെ പ്രഥമ യോഗത്തിൽ നിരവധി നേതാക്കളാണ് പങ്കെടുത്തത്. തിരുവനന്തപുരത്തെ BDJSന്റെ 14 മണ്ഡലം പ്രസിഡന്റുമാരിൽ 11 പേരും രാജിവെച്ച് പുതുതായി രൂപീകരിച്ച BDJS ഡെമോക്രാറ്റിന്റെ ഭാഗമായി. യഥാർത്ഥ BDJS തങ്ങളാണെന്ന അവകാശവാദവും ഇവർ ഉയർത്തി. ഔദ്യോഗിക BDJS എന്ന് പറയുന്നത് ഇതായിരിക്കും. BDJS ഡെമോക്രാറ്റിക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഔദ്യോഗികമായി ഇന്ന് ദീപം തെളിയിച്ച് ഒരു ചെറിയ ലഘു പരിപാടിയോടുകൂടെ ആരംഭിച്ച് കേരളത്തിൽ അങ്ങമാനം ഈ രാഷ്ട്രീയത്തിനെ വേരോട്ടിച്ചുകൊണ്ട് സാമൂഹ്യ നീതി എവിടെയാണോ ലഭിക്കുന്നു ആ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇവിടെ ഒരാളിനെ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു നേതൃത്വമല്ല. സംസ്ഥാന സെക്രട്ടറി സുധീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ചാലക്കുടി സുനിൽ ഉൾപ്പെടെ 42 പ്രധാന നേതാക്കളും രാജിവെച്ചവരുടെ പട്ടികയിലുണ്ട്. രണ്ടാം ഭൂസമരത്തിന്റെ പേരിൽ BDJS നേതൃത്വം കോടികൾ ഉണ്ടാക്കിയെന്ന ആരോപണവും രാജിവെച്ചവർ ഉയർത്തിക്കഴിഞ്ഞു. ഏത് മുന്നണിയുടെ ഭാഗമാകണമെന്നത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ആരുമായും ഐത്തമില്ല. പാർട്ടി ചിഹ്നവും കൊടിയും പിന്നീട് തീരുമാനിക്കും. സംസ്ഥാന തലത്തിൽ ഈ മാസം തന്നെ 2000-ലധികം പേരെ സംഘടിപ്പിച്ച് സമ്മേളനം വിളിക്കാനും പ്രഥമ യോഗത്തിൽ തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
റഫാൽ വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച കേൾക്കും. തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ ഫെബ്രുവരി 26-ന് സുപ്രീം കോടതി തീരുമാനിച്ചിരുന്നു. പ്രശാന്ത് ഭൂഷൺ, യശ്വന്ത് സിൻഹ, അരുൺ ഷൂരി എന്നിവർ നൽകിയ ഹർജികളിലും വിധിയിലെ വ്യാകരണ പിഴവ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം നൽകിയ അപേക്ഷയിലും കോടതി വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചത്. കൊല്ലം ചിതറയിൽ മഹാദേവർ കുന്നിൽ CPM പ്രവർത്തകനെ കുത്തിക്കൊന്നു. ചിതറ സ്വദേശി AM ബഷീറാണ് കൊല്ലപ്പെട്ടത്. കോൺഗ്രസ് പ്രവർത്തകനായ പ്രതി ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉച്ചയ്ക്ക് 2:30 വീട്ടിൽ നിന്ന് പുറത്തേക്ക് കുളിക്കാനിറങ്ങിയപ്പോഴാണ് AM ബഷീറിനെ കോൺഗ്രസ് ക്രിമിനലായ ഷാജഹാൻ കുത്തിക്കൊന്നത്. 70 വയസ്സുള്ള ബഷീറിന്റെ നെഞ്ചത്ത് ഷാജഹാൻ 9 തവണ കുത്തിയെന്ന് പോലീസ് പറഞ്ഞു. കുത്തേറ്റ ഉടൻ പ്രദേശവാസികൾ ബഷീറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലയാളിയെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് പിടിച്ച് ഇപ്പോൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. യാതൊരു കാരണവുമില്ലാതെ പാവപ്പെട്ട ബഷീർ അങ്കാളിയെ കൊലപ്പെടുത്തിയതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകാനായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തിയിട്ട് ഈ റൗഡിയായിട്ടുള്ള ഈ സാമൂഹ്യവിരുദ്ധനായിട്ടുള്ള ഈ കൊലയാളിക്ക് തക്കതായ ശിക്ഷ നടപടി സ്വീകരിക്കുന്നതായിട്ടുണ്ട്. ചിതറ മഹാദേവർ കുന്ന് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ബഷീർ. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ മദ്യലഹരിയിലായിരുന്ന ഷാജഹാനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഷാജഹാനെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പെരിയ കൊലക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വ്യാജ പ്രചാരണം ശക്തമായി തുടരുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ അന്വേഷണ മേധാവികളെ ഇടയ്ക്കിടെ മാറ്റുന്നുവെന്നാണ് കോൺഗ്രസിന്റെ വസ്തുതയ്ക്ക് നിരക്കാത്ത ആരോപണം. CBI അന്വേഷണം ഉയർത്തിക്കാട്ടി ഒരു വിഭാഗം മാധ്യമ പിന്തുണയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പെരിയ കൊലക്കേസ് സജീവമായി നിലനിർത്തുകയാണ് കോൺഗ്രസ് തന്ത്രം. പെരിയ കൊലപാതകം നടന്നയുടൻ തീരുമാനിച്ചുറച്ചതുപോലെ തന്നെയായിരുന്നു തുടർന്നങ്ങോട്ട് കേസന്വേഷണം സംബന്ധിച്ച് ഉന്നത കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിരന്തര പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങിയ കോൺഗ്രസ് CPIM വിരുദ്ധ പ്രചാരണ പരിപാടികൾ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ചെന്നിത്തലയും മുല്ലപ്പള്ളിയും സുധീരനും ഉമ്മൻചാണ്ടിയും ഒന്നിലേറെ തവണ കാസർകോട്ടെത്തി. K. സുധാകരൻ കാസർകോട്ട് തന്നെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. പ്രത്യേക സംഘത്തിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തെ തുടർന്ന് അക്രമത്തിൽ നേരിട്ട് പങ്കാളികളായി പോലീസ് കരുതുന്ന മുഴുവൻ പ്രതികളും പിടിയിലായി. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. കൊല നടക്കുന്നതിന് മുമ്പ് തന്നെ കാസർഗോഡ് SP ഡോക്ടർ ശ്രീനിവാസനെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. തുടർന്ന് ചുമതലയേറ്റ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ജോസഫ് ജെയിംസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചു. പിന്നീടാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ക്രൈംബ്രാഞ്ച് SP മുഹമ്മദ് റഫീഖ് അന്വേഷണത്തിന്റെ നേതൃത്വത്തിൽ നിന്നും ഒഴിവായി. ഇക്കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു. മറ്റൊരു ക്രൈംബ്രാഞ്ച് SPക്കാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ മേൽനോട്ടം. റഫീഖ് മുഹമ്മദ് സംഘത്തിൽ തുടരുകയാണ്. വസ്തുതകൾ ഇതായിരിക്കെ അന്വേഷണ തലവന്മാരെ സ്ഥലം മാറ്റി അന്വേഷണം അട്ടിമറിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണമുന്നയിച്ചു. ഒരു പ്രമാദമായ കൊലക്കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ തലവന്മാരെ 2 തവണ മാറ്റിയ ഒരേ ഒരു കേസേ ഉണ്ടാവുള്ളൂ. അതൊരു പക്ഷേ ഈ പെരിയയിലുണ്ടായ ദൗർഭാഗ്യകരമായ കൊലപാതകത്തിന്റെ അന്വേഷണമാണ്. മാർച്ച് 12-ന് രാഹുൽ ഗാന്ധി കല്യോട്ട് കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുമെന്നും കോൺഗ്രസ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുമെന്നും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് വരെ പെരിയ കൊലപാതകം സജീവമായി നിലനിർത്തുവാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാടൻ കായിക മേഖലയ്ക്ക് ഊർജ്ജം പകർന്ന മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മന്ത്രി EP ജയരാജൻ കൽപ്പറ്റ അമ്പിലേരിയിൽ നിർവഹിച്ചു. ആധുനിക സജ്ജീകരണങ്ങളോടെ 2 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാകും. 11 കായിക ഇനങ്ങളിൽ ഒരേ സമയം പരിശീലനം നടത്താൻ സാധിക്കുന്ന വിധമാണ് ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങുന്നത്. 2016-17 പരിഷ്കരിച്ച ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി മുഖേനയാണ് CK ഓങ്കാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം അമ്പിലേരിയിൽ യാഥാർത്ഥ്യമാവുന്നത്. നഗരസഭയുടെ കൈവശമുള്ള 5 ഏക്കർ ഭൂമിയിലാണ് നിർമ്മാണം. കായിക യുവജനകാര്യ വകുപ്പ് മുഖേന നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന് 36.37 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഒരേ സമയം ഷട്ടിൽ, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ടേബിൾ ടെന്നീസ് തുടങ്ങി 11 കായിക ഇനങ്ങളിൽ പരിശീലനത്തിന് സാധിക്കുന്ന സ്റ്റേഡിയത്തിൽ കളിക്കാർക്കുള്ള മുറികൾ, VIP ലോഞ്ച്, നീന്തൽക്കുളങ്ങൾ, മെഡിക്കൽ റൂമുകൾ തുടങ്ങി എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാവും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അന്തർദേശീയ, ദേശീയ മത്സരങ്ങൾക്ക് കൽപ്പറ്റ വേദിയാകുമെന്ന് മന്ത്രി EP ജയരാജൻ പറഞ്ഞു.
ഈ കൽപ്പറ്റ കേരളത്തിലെ കായിക രംഗത്തെ ഏറ്റവും നല്ല പരിശീലനം കൊടുക്കാൻ പറ്റുന്ന കേന്ദ്രമാകും. ഇന്റർനാഷണൽ നാഷണൽ മത്സരങ്ങൾക്കുള്ള ഒരു വേദിയായി കൽപ്പറ്റ മാറിത്തീരും. ആ തരത്തിൽ കായിക രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിലും കൽപ്പറ്റ നഗരസഭയും തയ്യാറാക്കിയ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണം നടക്കുക. കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ, നഗരസഭാ ചെയർപേഴ്സൺ സരിത ജഗദീഷ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് M മധു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വയനാട്. ഗൾഫിൽ മരിച്ച പ്രവാസികളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള നോർക്ക റൂട്ട് പദ്ധതി ഉടൻ പൂർത്തിയാക്കും. പദ്ധതിക്കെതിരെയുള്ള പ്രചാരണങ്ങളെ നിയമപരമായി നേരിടാനാണ് നോർക്കയുടെ തീരുമാനം. സ്വന്തം വിയർപ്പും ജീവിതവും നാടിനും വീടിനും സമർപ്പിച്ച പ്രവാസികളുടെ ദുരന്തങ്ങൾ കണ്ടുള്ള കർമ്മ പരിപാടികളാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗൾഫിൽ മരണമടയുന്നവരുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കാനുള്ള തീരുമാനം. കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി അതിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ പ്രവാസികൾ ഏറെ നാളായി ഉയർത്തുന്ന പരാതിക്കാകും പരിഹാരമാകുക. ബഡ്ജറ്റിന് ശേഷം അതിന്റെ വിശദമായ സ്കീം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ അന്തിമ ഘട്ടത്തിലാണ്. വലിയ താമസമില്ലാതെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പ്രവാസി സമൂഹത്തോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയ പദ്ധതിക്ക് സമാനമായ പദ്ധതി കാരുണ്യ എന്ന പേരിൽ ഇപ്പോഴുമുണ്ട്. 50,000 രൂപ വരെയുള്ള ചെലവ് തുക ഈ പദ്ധതി പ്രകാരം തിരികെ ലഭിക്കും. ഒപ്പം കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൗജന്യ ആംബുലൻസ് സർവീസും ഉണ്ട്. അത്യാസന്ന നിലയിൽ നാട്ടിലെത്തുന്ന പ്രവാസികളെ സുരക്ഷിതമായി ഇവർ ആവശ്യപ്പെടുന്ന ആശുപത്രിയിൽ എത്തിക്കുന്നതാണ് ആംബുലൻസ് സർവീസ് പദ്ധതി. അസുഖബാധിതരായി കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ വരുന്നവർ അവർ നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഇത് കൂടാതെയാണ് മൃതദേഹങ്ങൾ സൗജന്യമായി അവരുടെ വീടുകളിൽ എത്തിക്കുകയും ചെയ്യുന്നത്. നോർക്ക റൂട്ടിന്റെ ഇത്തരം പ്രവാസിക്ഷേമ പ്രവർത്തനങ്ങളെ അവഹേളിക്കാനുള്ള ഗൂഢശ്രമങ്ങളും ചില ഭാഗത്തു നിന്നു ഉണ്ടാകുന്നുണ്ട്. നാളിതുവരെ പ്രവാസികൾക്ക് ലഭിക്കാത്ത സേവനങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്നതിന്റെ അസ്വസ്ഥതയിൽ ഇത്തരം പ്രവർത്തനത്തിനെതിരെ വ്യാജ പ്രചരണവും ഇവർ നടത്തുന്നു. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് നോർക്ക റൂട്ട് അധികൃതർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തിന് സ്വന്തമായൊരു സന്നദ്ധ സേവന സേന. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ കേരള വോളണ്ടറി യൂത്ത് ആക്ഷൻ ഫോഴ്സാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഇനി സഹായത്തിനായി ഓടിയെത്തുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ വോളണ്ടിയർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഒന്നിനും കൊള്ളാത്ത യൂത്തന്മാർ, ഇതായിരുന്നു നമ്മുടെ യുവജനങ്ങളെ നമുക്ക് ചുറ്റുമുള്ളവർ വിശേഷിപ്പിച്ചത്. എന്നാൽ പ്രളയം കേരളത്തെ കവർന്നെടുത്തപ്പോൾ നമുക്കത് മാറ്റിപ്പറയേണ്ടി വന്നു. അങ്ങനെയായിരുന്നു പ്രളയാനന്തര കേരളം പടുത്തുയർത്തുന്നതിൽ അവർ വഹിച്ച പങ്ക്. ഇത് മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടാൻ യുവജനങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകി പ്രാപ്തരാക്കുക എന്നത്. ഇങ്ങനെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ മുഴുവൻ ജില്ലകളിലെയും കേരള വോളണ്ടറി യൂത്ത് ആക്ഷൻ ഫോഴ്സ് അംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് നടന്നു. 18നും 25 വയസ്സിനും താഴെയുള്ള 100 വോളണ്ടിയർമാരാണ് ഓരോ ജില്ലയിൽ നിന്നും പരേഡിൽ പങ്കെടുത്തത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഈ ചെറുപ്പക്കാരുടെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതും നവകേരള സൃഷ്ടിക്ക് ഉപയോഗപ്പെടുത്തുന്നതും വലിയ പ്രയോജനം നാടിനാകെ ചെയ്യും. പ്രത്യേക പരിശീലനമൊന്നും കൂടാതെയാണ് ഇവർ ആദ്യം രംഗത്തിറങ്ങിയതെങ്കിൽ ഇനി ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരാക്കി ഇവരെ മാറ്റുന്നതിന് പരിശീലനം നൽകിയത് മാതൃകാപരവും അഭിനന്ദനീയവുമാണ്. ദുരന്ത നിവാരണം, ദുരിതാശ്വാസ പ്രവർത്തനം, മാലിന്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് പ്രവർത്തനം എന്നീ മേഖലകളിലാണ് പ്രധാനമായും ഇവർക്ക് പരിശീലനം ലഭിച്ചിരിക്കുന്നത്. കൂടാതെ സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന്റെയും പരിശീലനം ഇവർ നേടി. വ്യത്യസ്ത കാലാവസ്ഥകളിൽ വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. മെയിനായിട്ട് കരാട്ടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിസാസ്റ്റർ സൈറ്റ്, നമുക്ക് ഏറ്റവും മെയിനായിട്ട് ഡിസാസ്റ്റർ ആയിരുന്നു. ഡിസാസ്റ്റർ സൈറ്റുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എമർജൻസി മെഡിസിനിൽ നമുക്ക് ക്ലാസുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.